നമ്മൾ ദൈവത്തെ നമ്മുടെ എല്ലാ ശുശ്രൂഷകളുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം ആരാധനയാണ് ഇപ്പം നമ്മൾ നടത്തുന്നത്, അല്ലേ? ഇപ്പം നിങ്ങൾ ഈ ആരാധനയിൽ ആദ്യം മുതലേ വളരെ ഭക്തിയോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കേണ്ടത്. അല്ലാതെ അലക്ഷ്യമായും അശ്രദ്ധമായും പങ്കെടുത്താൽ നമ്മളിപ്പോൾ 1 മണിക്കൂർ ശ്രദ്ധയോടെ പങ്കെടുക്കുകയും ബാക്കിയുള്ള സമയം അശ്രദ്ധയും ആയി വന്നാൽ ബേസിക്കായിട്ട് നമ്മളത് അശ്രദ്ധമായിട്ട് തന്നെ നമ്മൾ പങ്കെടുക്കുന്നവരുടെ കൂട്ടത്തിലാണ്. കാര്യം കറകളഞ്ഞ വിശ്വാസിയാണെങ്കിൽ അശ്രദ്ധ ഉണ്ടാവത്തില്ല. ഇപ്പോൾ ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നു, അപ്പോൾ അങ്ങനെ സ്നേഹിക്കുന്ന സമയത്ത് ആ സ്നേഹത്തിൻ്റെ ലെവല് എല്ലാ കാലത്തും ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും. ആരാധന ലെവൽ കീപ്പ് ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ആരാധന ലെവല് അതൊരു ലവ് ലെവലാണ്, ഒരു ഫെയ്ത്ത് ലെവലാണ്, ഒരു ഹോപ്പ് ലെവലാണ്. ആരാധനയുടെ കൂടെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. ആരാധന ആത്യന്തിക ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആദ്യ ഘടകം എന്താണ്? വിശ്വാസമാണ്. വിശ്വാസം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൻ്റെ ആദ്യ ഘടകം വിശ്വാസമാണ്. അപ്പോൾ അതിൻ്റെ ദൈവ പൈതലെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം നമ്മുടെ ഹെബ്രായർ 11:6 പോവുകയാണ്. ഹെബ്രായർ 11:6 അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ബേസിക്കായിട്ട് ഇപ്പം നിങ്ങളുടെ ഈ വിശ്വാസം എന്തുമാത്രം ഉണ്ട്. വിശ്വാസം ഇടയ്ക്ക് ഫീഡാകുന്നുണ്ടോ, ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ടോ, ഇടയ്ക്ക് മിസ്സാകുന്നുണ്ടോ? ഇപ്പോൾ ചില കാറുകളൊക്കെ പമ്മി പോകാൻ കണ്ടിട്ടില്ലേ? ഇപ്പോൾ എൻജിനിലേക്ക് പോകുന്ന പെട്രോളിന് കരട് വരുമ്പോഴാണ് മിസ്സ് വരുന്നത്. വിശ്വാസത്തിൽ കരട് വരാം, അപ്പോൾ പ്രാർത്ഥനയിൽ മിസ്സിങ് വരും. ഇപ്പം ഇന്ന് പ്രാർത്ഥിച്ച് ഇപ്പം നാളെ കുടുംബ പ്രാർത്ഥന ഇല്ല, അപ്പോൾ മിസ്സിങ്ങായി. ഈ വിശ്വാസ ജീവിതത്തിൽ ഈ മിസ്സിങ് വരും ശരിക്കും. ഇപ്പം ഇന്ന് കുടുംബ പ്രാർത്ഥന ഉണ്ട്, നാളെ കുടുംബ പ്രാർത്ഥന എല്ലാം ഒത്തില്ല, മിസ്സിങ്ങായി. ഇത് കാറ് പമ്മി പോണ പോലെ തന്നെയുള്ള വിഷയമാണ്. അത് എൻജിനിൽ കരട് കയറുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് പറയണത് എന്താണ്? വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഇനി എന്താണ്? ദൈവസന്നിധി ശരണം പ്രാപിക്കുന്നവർ. നമ്മളെന്താ ചെയ്തിരിക്കണത്? ദൈവസന്നിധിയിലാണ് ശരണം പ്രാപിക്കുന്നത്. ഇപ്പം ചില ആൾക്കാർക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. എക്സോർവായി ആരിൽ നിന്നാലും നമ്മുടെ കാര്യം സാധിച്ചാൽ മതിയെന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ വിശ്വാസം ഒന്ന് പമ്മും. ഈ പമ്മൽ മാറുന്ന ഒരു സാഹചര്യം, വിശ്വാസം ശരണത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പമ്മലൊന്നും ഇല്ല. പക്ഷേ ഈ ശരണം പ്രാപിക്കുന്നവർ എന്താണ്? ദൈവ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവ തിരുസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. അപ്പോൾ ദൈവ തിരുസന്നിധി ശരണം പ്രാപിക്കുന്നവരെ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക്. വിശ്വാസമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തെ അന്വേഷിക്കലാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു അന്വേഷണം. എന്ത് വിഷയമുണ്ടെങ്കിലും ദൈവത്തെ അന്വേഷിക്കും നമ്മൾ. ഇപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നതിൻ്റെ ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നതാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ വിശ്വാസിയാണെന്നാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ അന്വേഷിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് പ്രശ്നം വരുന്നത്.
ഈ ദൈവത്തെ അന്വേഷിക്കുന്നവരില്ലേ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നാ 11:6, അതായത് ദൈവത്തെ ശരണം പ്രാപിക്കുന്നവർ. ഫെബ്രുവരി 11:6, ദൈവത്തെ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും പിന്നെന്താണ്, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. അപ്പോൾ വിശ്വാസവും അന്വേഷണവും ഒരുമിച്ചാണ് പോണത്. ഇനി ബേസിക്കായിട്ട് പറഞ്ഞാൽ വിശ്വാസമെന്ന് പറയണത് തന്നെ ദൈവത്തെ അന്വേഷിക്കലാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സീക്കേഴ്സ് അല്ല, സീക്കേഴ്സ് ആ ടൈപ്പല്ല. ദാർശനിക അന്വേഷണങ്ങളൊക്കെ ഇല്ലേ, അതുപോലെയല്ല. ദൈവത്തെ അന്വേഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിഷയത്തിലും ദൈവഹിതം അന്വേഷിക്കുന്നത്, അതാണ് വിഷയം. ദൈവത്തെ അന്വേഷിക്കുക എന്ന് ഫെബ്രുവരി 11:6 പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ വിഷയങ്ങളിലും ദൈവത്തെ അന്വേഷിക്കുന്നത്. എൻ്റെ സഹപ്രവർത്തകൻ വിജയകുമാറിനെ കുറിച്ച് ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്. അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചു. അദ്ദേഹം എന്നെ വിളിച്ചത് ഒരു പെട്ടെന്ന്, ഞാൻ ശരിക്കും അന്ന് അമ്പലപ്പുഴ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യണ കാലമാണ്. ഒരു ഉച്ചയുറക്കത്തിലാണ്. ജസ്റ്റ് എഴുന്നേറ്റ് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് വിളിച്ചത്. അതായത് മൊബൈൽ കേട്ടാണ് ഞാൻ എഴുന്നേക്കണത് തന്നെ. ഞാൻ വിജയകുമാറിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ അമ്മ മാതാവിൻ്റെ ദർശനത്തെക്കുറിച്ചൊക്കെ ഒത്തിരി കണക്റ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അങ്ങേത് ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അത് കേട്ട് കാണാം, ഉടമ്പടി എടുത്തിട്ടുള്ളവരെ. ഇപ്പോഴിത് പറയാൻ കാരണം, നമ്മൾ ഒരു ഫെയ്ത്ത് ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ബിഗിനേഴ്സിന് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അദ്ദേഹം ഒരു ബിഗിനറായിരുന്നു, ആരംഭക്കാരനായിരുന്നു. നമ്മളിങ്ങനെ നമ്മളെപ്പോലെ പാരമ്പര്യ ക്രിസ്ത്യാനി അല്ലായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് വരണ കാലത്ത് ജ്ഞാനസ്നാനപ്പെട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് 10-30 വയസ്സിൽ കൂടുതലുള്ള കാലമായിരുന്നു. അതിന് ശേഷമാണ് അദ്ദേഹം പൂർണ്ണ വിശ്വാസത്തിലേക്ക് വരുന്നത്. പക്ഷേ ഈ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഈ ബിഗിനേഴ്സിനൊക്കെ ഈ പ്രത്യേകിച്ച് ഇക്കാലങ്ങളിലൊക്കെ വരുന്ന വിശ്വാസികളില്ലേ, അവരിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ചില ജീവിത രീതികൾ കാണാം. അവർ നമ്മളെപ്പോലെ ട്രഡീഷൻ ആയിട്ട് കുടുംബത്തിൽ നിന്ന് വിശ്വാസം കൈമാറി വന്നതല്ല. അവർക്ക് കിട്ടിയ അനുഭവങ്ങളിൽ നിന്നാണ് അവർ വിശ്വാസത്തിലേക്ക് വരണത്. പാരമ്പര്യത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരണതും സ്വന്തം അനുഭവത്തിലും വിശ്വാസത്തിലേക്ക് വരണതും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പാരമ്പര്യത്തിലേക്ക് നിന്ന് ഇപ്പോൾ എൻ്റെ അപ്പൻ വിശ്വാസി ആയതുകൊണ്ട്, ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാനും ക്രിസ്ത്യാനി ആകുന്നത് പാരമ്പര്യം വഴി വന്നതാണ്. ഇതിന് പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നത്, ഈ പാരമ്പര്യ വിശ്വാസികളെക്കാൾ ശക്തന്മാരാണ് പുതിയ അനുഭവത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്ന ആൾക്കാർ. അപ്പം അതുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ? അതായത് പാരമ്പര്യ വിശ്വാസം ദൈവാനുഗ്രഹമാണ്. കാരണം നമുക്ക് അധികം ഈ അനുഭവത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്നവർ ഒത്തിരി പേയ്മെൻറ്റ് നടത്തിയിട്ടാണ് വരുന്നത്. ചിലപ്പോൾ അവർക്ക് ലൈഫ് ത്രെട്ട് വരെ ഉണ്ട്, ജീവന് വരെ അവർക്ക് വെല്ലുവിളി ഉണ്ടായിട്ട് അതിനെയും കവച്ച് വെച്ചാണ് അവർ കർത്താവിനെ സ്വീകരിക്കുന്നത്. നമ്മൾ ഓശാരം സ്വീകരിച്ച ആൾക്കാരാണ്. ഒരു മുതൽ മുടക്കം ഇല്ലാതെ ജനിച്ച് ബോധം വന്നപ്പോൾ, വളർന്ന് ബോധം വന്നപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് അത് ഫോളോ ചെയ്ത് പോകണം. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് കുറവാണ്. മറ്റുള്ളവർക്ക് പേയ്മെൻറ്റ് ശരിക്കുണ്ട്. അവർ ഒത്തിരി വില കൊടുത്താണ് വിശ്വാസം വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ഈ എന്നെയും നിങ്ങളെയും പോലെയുള്ള പാരമ്പര്യ വിശ്വാസികൾ ചെയ്യേണ്ടത്? നമ്മളും കാലാന്തരത്തിൽ അനുഭവത്തിന് വേണ്ടി ബോധപൂർവ്വം ശ്രമിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എനിക്ക് ജന്മനാ വിശ്വാസം നൽകിയതിന്, വിശ്വാസമുള്ള കുടുംബത്തിലെ എന്നെ ജനിപ്പിച്ചതിന് നന്ദി പറയുന്നു. കർത്താവേ, ആന്തരിക ബോധ്യം കിട്ടാൻ എനിക്ക് അനുഭവത്തിലൂടെയുള്ള വിശ്വാസ സ്ഥിരീകരണം നൽകണമേ. ശ്രദ്ധിക്കട്ടെ.
യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും ഇവിടുത്തെ വചനം നമ്മൾ വായിച്ച് അവസാനിപ്പിച്ച വചനം ശ്രദ്ധിച്ചോ? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്, അഥവാ എന്തിനാണ് വിശ്വാസം? എന്തിനാണ് അതിൻ്റെ ബേസിക്കായിട്ട് എന്തിനാണ്? ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടിയാണ്. അതാണ് നമ്മൾ 11:6 വായിച്ചത്. ദൈവത്തിലെ ദൈവസന്നിധി ശരണം പ്രാപിക്കുന്നവർ. ഒന്നുകൂടി പറഞ്ഞേ, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്ന്. പ്രതിഫലം വെച്ചാൽ തന്നെ അന്വേഷിക്കുന്നവർക്ക് ഉത്തരവെന്ന് അതിൻ്റെ അർത്ഥം. ഉത്തരം. ഗോഡ് ഈസ് ഓൾവേസ് ആൻസറബിൾ. ഞാനും അത് വിശ്വാസത്തിൽ പഠിച്ച അതാണ്. ഗോഡ് ഈസ് ആൻസറബിൾ. ദൈവം ഉത്തരം നൽകുന്നവനാണ്. ആർക്കാണ്? തന്നെ അന്വേഷിക്കുന്നവർക്ക്. അപ്പോൾ വിശ്വാസം എന്നുള്ളത് ഒരു അന്വേഷണമാണ്. ഞാൻ എന്ത് ചെയ്യുക? അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇതിനോട് ഉപോത്ബലമായിട്ടുള്ള ഒരു വചനം നമ്മൾക്ക് നടപടി പുസ്തകത്തിൽ കിട്ടും. നടപടി പുസ്തകം 17:26 വചനം. നടപടി പുസ്തകം 17:26 വചനം. ഭൂമുഖം മുഴുവനും വ്യാപിച്ച് വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അടുത്ത വചനമാണ് സീരിയസ്. അതായത് അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇപ്പോൾ മനുഷ്യൻ്റെ അനുഭവങ്ങളെല്ലാം വ്യത്യാസമല്ലേ? ഓരോരുത്തർക്കും ഓരോ അനുഭവമല്ലേ? ഇപ്പോൾ ഒരു അമ്മയുടെ വയറ്റിൽ തന്നെ വന്ന് ഇരട്ട സന്താനം. ഇവിടെ കൃപാസനത്തിൽ 8 വർഷമായിട്ട് എടത്തുവായിൽ ഒരു ചേച്ചിക്ക് മക്കളില്ല. അവർ ഉടമ്പടി ചെയ്തിട്ട് പെട്ടെന്ന് മാതാവ് 3 കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൊടുത്തു. ആ 3 കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് ഇവിടെ ചോറൂട്ടിന് കൊണ്ടുവന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ചോറൂട്ടിൻ്റെ ദിവസം 3 കുഞ്ഞിനെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഒരു പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങളെ ആ അമ്മയ്ക്ക് കിട്ടി. പക്ഷേ നിങ്ങൾക്കറിയാമോ, 3 കുഞ്ഞുങ്ങളെ കിട്ടിയാലും ഇവരുടെ ജീവിത അനുഭവങ്ങളെല്ലാം 3 തരമായിരിക്കും. ഒരു അമ്മയുടെ വയറ്റിലാണല്ലോ വന്നത്, അതുകൊണ്ട് ഒരേ അനുഭവം എന്നല്ല. 3 പേർക്ക് 3 അനുഭവം സീരിയസ് ആണ് കേട്ടോ. നമുക്ക് എന്ത് അനുഭവങ്ങൾ ഉണ്ടാകണമെന്നല്ല പ്രശ്നം. അച്ഛൻ്റെ ടോക്കിൻ്റെ ഒരു കാതലായിട്ടുള്ള ഭാഗമാണ് എപ്പോഴും അത് പറയേണ്ടത്. നമുക്ക് എന്ത് അനുഭവം ഉണ്ടായെന്നല്ല, ഹൗ വി അപ്രോച്ച് ഇറ്റ്, ഹൗ വി റെസ്പോണ്ടഡ് ഇറ്റ്. നമുക്ക് എന്ത് അനുഭവം ഉണ്ടായെന്നല്ല, നമ്മളതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്, എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്, അനുഭവങ്ങളോടെ പ്രതികരിച്ചു. ഇപ്പോൾ എന്താണ് ഈശോ പറഞ്ഞത്? നടപടി 17:26 തന്നെ എഴുതിയിരിക്കുന്നത് 27 വരും. അതായത് അവർക്ക് വിഭിന്ന കാലങ്ങൾ. അപ്പോൾ 3 മക്കളാണെങ്കിലും വിഭിന്ന കാലം കൊടുക്കും. ഒരേ കാലമല്ല. ഒരാൾക്ക് സ്പ്രിങ് ആണെങ്കിൽ മറ്റാൾക്ക് വിൻ്റർ, മറ്റാൾക്ക് വർഷകാലം. അതിങ്ങനെ മാറി മാറി വരും. ഇപ്പോൾ ചേട്ടൻ അനുജനുമാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലില്ലേ 2 ചേട്ടൻ അനുജന്മാരും പിന്നെ പെൺമക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് വ്യത്യസ്തങ്ങളായ ജീവിതാനുഭവങ്ങളാണ്. എന്ത് നമുക്ക് സംഭവിക്കണമെന്നല്ല, ഇത് എന്തിനാണ് സംഭവിക്കണമെന്നാണ് വിശ്വാസി. ഇപ്പോൾ വിശ്വാസമല്ല നമ്മുടെ വിഷയം. ഹെബ്രായർ 11:6 അനുസരിച്ച് വിശ്വാസം എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ അനുഭവങ്ങളിലൂടെ എന്താണ് നമ്മൾ വിശ്വാസം അന്വേഷണമാണെന്ന് നമ്മൾ കണ്ടു അല്ലേ? പക്ഷേ വിശ്വാസം എങ്ങനെയാണ് അന്വേഷിക്കണത്? എന്താണ് അന്വേഷിക്കണത്? കാലമാണ് അന്വേഷിക്കണത്. വരുന്ന കാലം എന്തുകൊണ്ടാണ് എന്നന്വേഷിക്കും. ഈ കാലത്തിൽ നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടതെന്നാണ്. വിശ്വാസം ഒരു നിലപാടാണ് മക്കളെ. വിശ്വാസം ഒരു നിലപാടാണ്. ഇപ്പം ചില പറയില്ല അവൻ നിലപാടുള്ളവനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ വിശ്വാസിയാണ് സുവിശേഷ വിഹിതമായിട്ട് യേശുക്രിസ്തുവിൻ്റെ മനസ്സിന് അനപേക്ഷണമായിട്ട് ജീവിത സുഖദുഃഖങ്ങളോട് നിലപാടുള്ളവൻ. ഇങ്ങനെയൊക്കെ ഞങ്ങൾ പാടി നിങ്ങൾക്ക് തരുമ്പോഴുണ്ടല്ലോ, നിങ്ങളത് ദൈവസ്നേഹത്തോടെ ആസ്വദിച്ച് പാടണം. നിങ്ങൾ ഒറ്റയ്ക്കിരുന്നാലും അവിടെ പെട്ടക്കിരുന്നാലും കുഴപ്പമില്ല. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ
കർത്താവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട് ആസ്വദിച്ച് ദൈവസ്നേഹത്തോടെ പാടണം. നമുക്ക് ഇങ്ങനെ പാടാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ വചനവും കേൾക്കണം. എന്നിട്ട് ഹൃദയത്തിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ ഓരോ വചനവും അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ഗ്രഹിക്കുവാൻ അന്തരംഗത്തിന് ആത്മാവിന്റെ അഭിഷേകം നൽകണം. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ നടപടി പുസ്തകത്തിൻ്റെ 17:26 തന്നെ തിരിച്ചു വരികയാണ്. അവർക്ക്, അതായത് ജനപദങ്ങൾക്ക്, അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. വിഭിന്ന കാലങ്ങൾ. മനുഷ്യന് ജീവിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? കാലങ്ങൾ. നമ്മളെങ്ങനെ ജീവിക്കണത്? കാലത്തിലും അതുപോലെ തന്നെ ദേശത്തിലുമാണ് നമ്മൾ ജീവിക്കണം, അല്ലേ? കാലത്തിലും ദേശത്തിലും. അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കാലത്തിലും ദേശത്തിലും. ഒരു പ്രത്യേക കാലത്തിലും പ്രത്യേക ദേശത്തും നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് പുതിയ അനുഭവങ്ങളുണ്ടാകും. അപ്പോൾ പുതിയ കാലത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, പുതിയ ദേശത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതം പുതിയ അനുഭവങ്ങളിലേക്കാണ് പോകുന്നത്. ഈ അനുഭവങ്ങൾ എന്തിനാണ് തരണത്? പുതിയ അനുഭവങ്ങൾ എന്തിനാണ്? താഴെയുണ്ട്. ഇത് നടപടി 17:27. ഇത്, അതായത് വിഭിന്ന കാലങ്ങളും വിഭിന്ന ദേശങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന പുതിയ അനുഭവങ്ങൾ. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും. എന്ന് പ്രാർത്ഥിച്ച്. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും. അപ്പം അനുഭവം എന്തിനുള്ളതാണ്? ദൈവത്തെ അന്വേഷിക്കാൻ. എന്തനുഭവമായാലും എന്തിനുള്ളതാണത്? ദൈവത്തെ അന്വേഷിക്കാനുള്ളതാണ്. അതാണ് ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും. ഒരു പക്ഷേ അന്വേഷിക്കണത് എന്തിനാണ്? അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഭവങ്ങളുടെ ഉദ്ദേശം എന്താണ്? അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താനാണ്. എന്തനുഭവമായാലും, ഇപ്പോൾ കൊറോണ ആയാലും കോവിഡ് ആയാലും ഇനി അതിൻ്റെ പിന്നിലുണ്ടാകുന്ന എന്തെല്ലാം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെയാണ് സഭ കടന്നു പോണത്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ 60 കൊല്ലത്തിനുള്ളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സഭ സങ്കടത്തിലൂടെ കടന്നു പോകുന്നൊരു കാലമായിട്ടാണ് ഈ കാലത്തെ അനുഭവിക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വല്ലാത്ത സന്തോഷമാണ്. അപ്പോഴൊക്കെ ഈശോ എന്നോട് പറയും, ജനങ്ങളോട് പറയണം, പ്രേയർ ചെയ്യാൻ പറയണമെന്ന്. രാത്രിയും പകലുമൊക്കെ പ്രാർത്ഥിക്കും. 2 മണിക്കും 3 മണിക്കും രാത്രിയൊക്കെ പ്രാർത്ഥിക്കും. അപ്പോഴൊക്കെ സഭയെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈശോ പറയണത്, ഒന്നും ഭയപ്പെടാനില്ല, ജനങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്തുക. അതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയണത്. സഭയെ ഓർക്കുമ്പോൾ, മെത്രാച്ചന്മാരെ ഓർക്കുമ്പോൾ, പരിശുദ്ധ പിതാവിനെ ഓർക്കുമ്പോൾ, വൈദികരെ ഓർക്കുമ്പോൾ, വിശ്വാസികളെ ഓർക്കുമ്പോൾ, പീഡകൾ അനുഭവിക്കുന്ന വിശ്വാസികൾ എല്ലായിടത്തും ഉണ്ട്. തീവ്രവാദികളിൽ നിന്നൊക്കെ പീഡ അനുഭവിക്കുന്ന വിശ്വാസികളുണ്ട്. അപ്പോൾ ഓർക്കുമ്പോൾ ആദിമസഭയെപ്പോലെ നമ്മൾ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്തും. നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല മക്കളെ. ഇത് ജയിച്ചവൻ്റെ സഭയാണ്. ക്രൂശിക്കപ്പെട്ടതിന് ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിട്ട് എന്ന് പറഞ്ഞവനാണ്. ആരാണ്? നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പുനരുദ്ധരിക്കുമെന്ന് എന്ന് പറഞ്ഞവൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ യോഹന്നാൻ 2:19 ഉള്ള വചനമില്ലേ? യോഹന്നാൻ 2:19 ഉള്ള വചനങ്ങൾ, നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുക,
3 ദിവസം കൊണ്ട് ഞാനതിനെ പുനരുദ്ധരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എന്ത് നശിപ്പിച്ചാലും അത് ബെയ്റൂട്ടിലായാലും ശരി, അത് എത്യോപ്യയിലായാലും ശരി, അത് ഇന്ത്യയിലായാലും ശരി, അത് ഏത് രാജ്യത്ത് നശിപ്പിച്ചാലും വിത്തിൻ 3 days ഇറ്റ് വിൽ ബി റിസൺ. ഹി വിൽ ബി അത് കർത്താവ് ഉയർത്തെഴുന്നേറ്റത് പോലെ ഹി വിൽ റീബിൽഡ് ഇറ്റ്. കർത്താവ് അത് റീബിൽഡ് ചെയ്യും. അത് സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പോൾ ഹാഗ്യ സോഫിയ വിഷയം തന്നെ വന്നപ്പോൾ 1540കളിൽ കർത്താവിൻ്റെ ആലയമാണ് അത് നശിപ്പിച്ച് കൊള്ളയടിച്ച് കളഞ്ഞത്. അത് ആ കാലഘട്ടം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തുർക്കികൾ യൂറോപ്പ് കീഴടക്കിയ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഇവർ വിവാദത്തിൽ പറയുന്ന സ്പെയിനിലുള്ള പല പള്ളികളിൽ നിന്നും ചില മതക്കാർ ഒഴിഞ്ഞു പോയെന്ന് പറയണില്ലേ? അവരെ ക്രിസ്ത്യാനി ഒഴിപ്പിച്ചതൊന്നും അല്ല അത്. വീണ്ടും ക്രിസ്ത്യാനി അവരുടെ സ്ഥലങ്ങളിൽ വിശ്വാസികളെ ശക്തിപ്പെട്ട് വന്നപ്പോൾ, മറ്റുള്ളവരുടെ എണ്ണം കുറഞ്ഞു വന്നപ്പോൾ അവർ പോയതാണ് അവിടുന്ന്. പക്ഷെ ആ കാലത്ത് എന്താ സംഭവിച്ചത്? അക്കാലത്ത് തന്നെയാണ് തെക്കേ അമേരിക്കയിലെ വിശ്വാസം പച്ചപിടിച്ചത്. ആ കാലത്ത് തന്നെയാണ് വടക്കേ അമേരിക്കയിലെ വിശ്വാസം പച്ചപിടിച്ചത്. അക്കാലത്ത് തന്നെയാണ് ആസ്ട്രേലിയയിലെ വിശ്വാസം പച്ചപിടിച്ചത്. ആ കാലത്ത് തന്നെയാണ് റഷ്യ വിശ്വാസം നിറഞ്ഞത്. അപ്പോൾ എന്താണ്? റീബിൽഡ് ചെയ്യുകയാണ്. എൻ്റെ ദൈവവേദനെ ഏതെങ്കിലും വിധത്തിൽ നസ്രായന് വേണ്ടി നീ ഒരു കണ്ണുനീര്, ഒരു പ്രാർത്ഥന, ഒരു ഉത്കണ്ഠ, ഒരു നിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വിലയുണ്ടാകും. അതായത് നിങ്ങൾക്ക് ഒരു പട്ടണത്തിൽ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് യൂദയായിലുള്ളവർ മലമ്പ്രദേശത്തേക്ക് ഓടിപ്പോട്ടെ എന്നല്ലേ ഈശോ പറഞ്ഞത്? പ്രാർത്ഥിക്കാൻ പോകട്ടെ എന്നാണ് പറഞ്ഞത്. മലമ്പ്രദേശത്ത് പോകണേ എന്തിനാ? മലയിലേക്ക് പോകുന്നത് എന്തിനാ? ഒരു സ്ഥലത്ത് പീഡിപ്പിക്കുമ്പോഴും മലയിലേക്ക് പോണത് എന്തിനാ? പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. പീഡനം വരുമ്പോൾ പ്രാർത്ഥന ഇരട്ടിയാക്കണമെന്നാണ്. അത് മതപീഡനമായാലും വിശ്വാസ പീഡനമായാലും സാമ്പത്തിക പീഡനമായാലും കൊറോണ പീഡനമായാലും എല്ലാ പീഡനങ്ങളുടെയും പിന്നിൽ ദൈവികമായ ലക്ഷ്യം എന്താണ്? പ്രാർത്ഥിക്കുക എന്നുകൊണ്ടാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. അവിടെയാണ് പ്രാർത്ഥിക്കാൻ പോയത്, മലമുകളിലെ. ഇപ്പം പീഡനകാലങ്ങളിലൊക്കെ വരുമ്പോഴും പ്രയാസകാലങ്ങളിൽ വരുമ്പോഴും പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ അന്വേഷിക്കലാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്വേഷിക്കാൻ ആരംഭിക്കലാണ്. അതാണ് നമ്മൾ ഹെബ്രായർ 11:6 വായിച്ച് കേട്ടത്. എന്താ വായിച്ച് കേട്ടത്? അതായത് ദൈവം തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്നു. വിശ്വാസം എന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം ഉത്തരം നൽകുന്നു. അന്വേഷിക്കണ എപ്പോഴാണെന്നാണ് നമ്മൾ നടപടി പുസ്തകത്തിൻ്റെ 17, 26, 27 തിരുവചനങ്ങൾ. വിഭിന്ന കാലങ്ങൾ. നമ്മുടെ കാലം വ്യത്യാസമാകുമ്പോഴേ, ഇപ്പം ഞാൻ വിജയകുമാരൻ്റെ കാലം വ്യത്യാസമാകുമ്പോഴാണ് ദൈവത്തെ അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. എന്തിനാണ്? അത് ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടിയാണ്. അപ്പം ഈ കാലം ഇങ്ങനെ പോകുന്നതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇന്നലെ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററിൻ്റെ ഒരു ബൈറ്റ് ഞാൻ കേട്ടത്, അദ്ദേഹം പറഞ്ഞത് നമ്മൾ സെപ്റ്റംബറിൽ റിലീസ്ഡാകുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ സെപ്റ്റംബറിൽ റിലീസാകുമെന്ന് തോന്നണില്ല. ഇതെങ്ങനെ ഡിസംബറും കഴിഞ്ഞു പോകുമെന്നാണ്. കോവിഡിൻ്റെ കാലം ഡിസംബറും കഴിഞ്ഞു പോകും. അപ്പോൾ ഇന്ന് ശബരിമലയിൽ നവംബർ 16-ാം തീയതി മുതൽ ശബരിമല തുറക്കുകയാണ്. പക്ഷേ അവർ പറഞ്ഞത്, ശബരിമല പ്രവർത്തന സമിതി ഗവൺമെൻറ്റിൻ്റെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ പറഞ്ഞത്, നിങ്ങൾ കോവിഡ് നെഗറ്റീവ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ ഞങ്ങൾ പ്രത്യേക ആപ്പ് വഴി നിങ്ങളെ വെർച്വലായിട്ടാണ് ഈ സംഭവം ദർശനം ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഈ കാലം പണ്ടത്തതുപോലെ ഒരുമിച്ച് വലിയൊരു ദർശനത്തിനുള്ള സാധ്യത
കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാലമാണ്, നമ്മുടെ ഒരു കാലമാണ്, നമ്മൾ ഈ കാലത്തെ അതിജീവിക്കും, ഈ കാലത്തെ നമ്മൾ അതിജീവിക്കും. അപ്പോൾ വിഫിൻ അതാണ് നടപടി പുസ്തകത്തിൻ്റെ 17 പറയണത്, 17:26. അവിടുന്ന് ഓരോരുത്തർക്കും വിഭിന്ന കാലങ്ങൾ. അപ്പോൾ നമുക്കൊരു പ്രത്യേക കാലം തന്നിരിക്കുകയാണ്. എന്തിനാണ് അത്? വിശ്വാസം അറിയണം എന്തിനാണ്? ദൈവത്തെ അന്വേഷിക്കാനാണ്. കാലം ചേഞ്ച് ആകുമ്പോൾ ഓർക്കുക, ഇത് ദൈവത്തെ അന്വേഷിക്കേണ്ട ഒരു സമയമാണെന്ന്. ദൈവത്തെ പ്രാർത്ഥനയിലാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അപ്പോഴേ കാലം ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ നിരാശപ്പെടും, സങ്കടപ്പെടും. അങ്ങനെ സങ്കടപ്പെടാനുള്ള കാലമല്ല ഇത്. കാലം ചേഞ്ച് ചെയ്യണത് എങ്ങനെ ചേഞ്ച് ചെയ്താലും അവിടെയൊക്കെ ദൈവഹിതം. ഇപ്പം ഞാൻ വിജയകുമാരൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞില്ലേ, ഇപ്പോൾ വിജയകുമാരിങ്ങനെ ഉച്ചയ്ക്ക് എന്നെ വിളിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. അത് കഴിഞ്ഞ ശേഷമാണ് കർത്താവ് വേറെ വചനം തന്നിട്ട് നമ്മൾക്ക് ആ വചനത്തിൻ്റെ പിന്നാലെ പോയത്. ഞാൻ തിരിച്ചു വരികയാണ്. അപ്പോൾ എനിക്ക് എന്നെ വളരെ സ്വാധീനിച്ച ഒരു അനുഭവമാണിത്. അതായത് അദ്ദേഹം ഒരു ദിവസം എന്നെ ഉച്ചയ്ക്ക് വിളിച്ചു, ഉച്ച കഴിഞ്ഞപ്പോഴേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊണ്ട ഇടറിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നാ പറ്റി സാറേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഇതാണ്: അച്ഛാ, ഞാൻ കർത്താവിൻ്റെ വിശ്വാസം സ്വീകരിച്ചു, എനിക്ക് നിത്യത കിട്ടുമെന്ന് ഉറപ്പാണ്. ഞാനൊരു കാര്യം അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ വേറെ ഒന്നും ധരിക്കത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് സങ്കടത്തോടെ ഒരു കാര്യം എന്നോട് ചോദിച്ചു. അപ്പം ഞാനോർത്ത് ഈ മനുഷ്യൻ വിശ്വാസം ഉപേക്ഷിക്കാൻ പോകണം, ഇത് എന്തായി ചോദിക്കാൻ പോകണം കർത്താവേ, ഈ മനുഷ്യൻ എങ്ങാനും വിശ്വാസം ഉപേക്ഷിക്കുക. ഈ പുതുവിശ്വാസക്കാരൊക്കെ ചില സമയത്ത് പിടിച്ചിരിക്കാൻ നിവർത്തിയില്ലാതെ വരുമ്പോൾ അവർക്ക് അതിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകുമല്ലോ. അപ്പോൾ ഇയാൾ അങ്ങനെ ചെയ്യാൻ പോകണോ എന്ന് ഓർത്തപ്പോഴും ഈ മനുഷ്യൻ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ എന്താണെന്നറിയാവോ? അച്ഛാ, ഞാൻ വിശ്വാസം സ്വീകരിച്ചു, പക്ഷേ എൻ്റെ അപ്പനെ നിത്യജീവൻ കിട്ടുമോ? അപ്പോൾ എന്നൊക്കെ ആ ചോദ്യങ്ങൾ കേട്ടല്ലേ. എന്താണ് വിശ്വാസം സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് എന്താ കിട്ടണത്? മകളുടെ കല്യാണമല്ല നടക്കണത്, അല്ല മകന് ഉന്നത വിദ്യാഭ്യാസം കിട്ടുകയല്ല, അതിനല്ല അവർ വിശ്വാസം സ്വീകരിക്കണത്. ആ ചോദ്യം വളരെ ശ്രദ്ധിക്കണം വിശ്വാസി. ഇതാണ് പാരമ്പര്യ വിശ്വാസിയും അനുഭവ വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പുതിയ വിശ്വാസി എന്നല്ല വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം പുതു ക്രിസ്ത്യാനി, ഇസ്ലാം എന്നൊക്കെ പറയത്തില്ലേ, പുതിയ മതത്തിലേക്ക് വരുമ്പോൾ വിളിക്കണ പേര്. ഞാൻ അങ്ങനെയല്ല വിളിക്കാൻ ഉദ്ദേശിക്കണത്. ഞാൻ പുതിയ വിശ്വാസികളെല്ലാം അനുഭവ വിശ്വാസി എന്ന് വിളിക്കാൻ ആഗ്രഹിക്കണത്. കാര്യം എന്താ വെച്ചാൽ ആ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ, എന്താ ചോദിക്കണത്? അതായത്, അച്ഛാ, ഞാൻ വിശ്വാസം സ്വീകരിച്ചു, എനിക്ക് കർത്താവ് നിത്യജീവൻ തരും. ഓക്കെ, ശരി, ഇപ്പം എന്താ പറ്റി സാറേ എന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞ് എൻ്റെ അപ്പനെ കർത്താവ് നിത്യജീവൻ കൊടുക്കുമോ എന്ന് ചോദിച്ചു. ഇറ്റ്സ് എ ഫണ്ടാസ്റ്റിക് ആൻഡ് വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. എൻ്റെ അപ്പന്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ സാർ ഇപ്പം അങ്ങനെ ചോദിക്കാൻ? അപ്പോൾ ഉടനെ മനുഷ്യൻ അങ്ങനെ പറയണേ, എൻ്റെ അപ്പൻ മരിച്ച് ഇപ്പോഴെൻ്റെ മടി കിടക്കുകയാണെന്ന്. ഞാൻ വല്ലാണ്ടായിപ്പോയി. അതായത് ഒരു 3 മിനിറ്റ് ആയിട്ടുള്ള അങ്ങേരും അപ്പനും കൂടി ഒരു സോഫയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പനും അങ്ങേരും കൂടി ഒരു സോഫയിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. പെട്ടെന്ന് അപ്പന് ഇങ്ങനെ ഒരു വിറവൽ വന്ന് ആളുടെ കണ്ണ് മറിഞ്ഞ് വായിന്ന് പത വന്ന് ഉടനെ എൻ്റെ അപ്പ എന്താ അപ്പാന്ന് ചോദിച്ച്, ഇല്ല, ആളുടെ ജീവൻ പോയ പോലെ സാർ ഉടനെ താങ്ങി നേരെ മടി കിടത്തി. 3 മിനിറ്റിൽ സംഭവിച്ചതാണ്. ഈ ഒരു വൈകാരിക വിസ്ഫോടനമായിട്ടുള്ള ഒരവസ്ഥയെ നിങ്ങൾക്കാ വന്നെങ്കിൽ ഞാനും നിങ്ങളും നമ്മൾ എന്ത് പ്രത്യുത്തരിക്കും? അപ്പോൾ തന്നെ 4 പാടും കൂവി ഓടി അടുക്കളയിൽ ചെന്ന് ഭാര്യനെ വിളിച്ചു, അമ്മനെ വിളിച്ചു, പുറത്ത് വിളിച്ചു, എന്തെല്ലാം പെരളികൾ കാണിക്കുക അമ്മ ഇല്ലേ. അതാണ് ഈ പാരമ്പര്യ വിശ്വാസിയും അനുഭവ വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം. ഈ മനുഷ്യൻ അപ്പൻ്റെ ജഡം അനക്കാതെ ഫോൺ എടുത്തിട്ട് നേരെ എന്നെ വിളിക്കുകയാണ്. വിളിച്ച ചോദ്യം എന്താണെന്നറിയാമോ? അച്ഛാ, എൻ്റെ അപ്പന് നിത്യജീവൻ കിട്ടുമോ? അതിനുശേഷം ഞാൻ ചോദിച്ചു, അതിനിപ്പോൾ എന്താ സാർ ഇങ്ങനെ ചോദിക്കാൻ കാരണമെന്ന് ചോദിക്കുമ്പോഴാണ് എൻ്റെ അപ്പൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ എടുത്ത വായിക്കൊരു മറുപടി ആ മനുഷ്യനോട് പറഞ്ഞു, സാറേ, കർത്താവ് ലൈനിലുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് എഴുന്നേറ്റ് വരികയാണ്, നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഈശോനോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു.
കാരണം വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ഗുണമെന്ന് പറയണത് ഈശോ എപ്പോഴും ലൈനിലുണ്ടാകും. എന്നിട്ട് ഞാൻ ഉടനെ എൻ്റെ മുണ്ടെടുത്ത് കൊടുത്ത് എൻ്റെ ഉടുപ്പെടുത്തിട്ടേച്ചും ഞാൻ ടബിൽ പോയി, ഞാൻ കോട്ട എടുത്തിട്ടേച്ച് എൻ്റെ ടബിൽ പോയി എൻ്റെ മുഖം കഴുകി ഞാൻ അപ്പോഴേ വല്ലാണ്ടായിപ്പോയി. കാര്യം സാറിൻ്റെ എല്ലാ വിശ്വാസ വിഷയങ്ങൾക്കും ഞാനാ മറുപടി പറഞ്ഞു കൊടുക്കണത്. അപ്പോഴേ ഞാൻ കർത്താവിൻ്റെ ഒരു മറുപടിക്ക് വേണ്ടി, കാര്യം എനിക്ക് റെഡിമെയ്ഡ് ആൻസർ ഇതിനില്ലായിരുന്നു. അപ്പോൾ കർത്താവിനെ എനിക്കറിയാം. അപ്പോൾ കർത്താവ് ഇങ്ങനെയുള്ള സമയത്ത് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഞാനവിടെ പറഞ്ഞു, സാറേ കർത്താവ് ലൈനിലുണ്ടല്ലോ, കർത്താവിനോട് ചോദിക്കൂ, ഞാൻ മുഖം കഴുകിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ മുഖം കഴുകി ഫ്രഷായിട്ട് വന്നു വെച്ചും ഞാൻ സാറിനോട് ചോദിച്ചു, കർത്താവിനാ പറഞ്ഞു. അപ്പോഴൊക്കെ എന്നോട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു വെച്ചാ എനിക്കത് മതി. കർത്താവ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവ് എന്ത് പറഞ്ഞു? കർത്താവ് പറഞ്ഞു 2 Corinthians 2:14 അങ്ങനെ ഒരു വചനമാണ് സാറിനോട് പറഞ്ഞത്. 2 Corinthians 4:14. അതെന്താണെന്നറിയാവോ? ഭയങ്കര രസമാണ്. സാറ് ഞാൻ കർത്താവിനോട് ചോദിക്കാൻ പറയുകയും സാറുടനെ അപ്പൻ്റെ ഡെഡ് ബോഡി പതുക്കെ ആ മടിയിൽ നിന്ന് ഉയർത്തി എടുത്ത് തെറ്റി മാറി വെച്ചും അപ്പനെ ഡെഡ് ബോഡി സോഫയിൽ കിടന്നിട്ടും രണ്ടാമത്തെ നിലയിൽ പോയി കർത്താവിൻ്റെ അവിടെ കർമ്മലമാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട് സാറേ. ഞാൻ സാറും കൂടി സെലക്ട് ചെയ്ത ഒരു രൂപമായിരുന്നു എനിക്ക് ഒരു മഴയത്ത്. അപ്പോൾ അവിടെ വെച്ചിട്ട് സാറ് ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു, ഈശോ എൻ്റെ അപ്പൻ അങ്ങയുടെ അടുത്തേക്ക് വരുമോ എന്ന് ചോദിച്ചു. അതായത് ഭയങ്കര സങ്കടമാണേ. അതായത് അപ്പൻ്റെ ആത്മാവിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള തീക്ഷ്ണമായ ഒരു സങ്കടത്തോടുള്ളൊരു മകൻ്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ സാധാരണ ചെയ്യണ പോലെ നമുക്കറിയാമല്ലോ, ഈശോ പല രീതിയിൽ നമ്മളോട് സംസാരിക്കും. അതായത് ഈശോ ബൈബിളിലൂടെ അറ്റ് എ ഗ്ലാൻസ് ഓപ്പൺ, ഒറ്റ തുറക്കലിലൂടെ സംസാരിക്കും. ചാറ്റിംഗ് മെസ്സേജ്, അച്ഛൻ നിങ്ങൾക്ക് മെസ്സേജ് എടുത്ത് തരുന്നില്ലേ, ചാറ്റിംഗ് മെസ്സേജ്, പ്രിസൈസ് വേർഡ് ഓഫ് ഗോഡിലൂടെ, നമ്പറിലൂടെ സംസാരിക്കും, സ്വപ്നത്തിലൂടെ സംസാരിക്കും. അങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ദൈവം നമ്മളോട്. അപ്പോൾ ഈ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം ഒരിക്കലും ഒരു പഞ്ഞമില്ലേ. ദൈവത്തെ ഈ ഫയർ എഞ്ചിൻ പോലെ പെരക്ക് തീ പിടിക്കുമ്പോൾ ഫോൺ നമ്പർ തിരക്കി എടുക്കാൻ നടക്കുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവനുണ്ടല്ലോ, എപ്പോഴും നിരന്തരമായിട്ടുള്ള ബന്ധപ്പെട്ട് നിൽക്കണം. അല്ല, ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പലർക്കുമുള്ള വിശ്വാസം ഇഷ്യൂ ബേസ്ഡാണ്. പലരുടെ ആധ്യാത്മികത ഇഷ്യൂ ബേസ്ഡ് സ്പിരിച്വാലിറ്റിയാണ്. മറിച്ച് നമുക്ക് കർത്താവിൻ്റെ ഇൻറ്റിമസിയിലുള്ള ഒരു സ്പിരിച്വാലിറ്റി ആണെങ്കിൽ എല്ലാത്തിനും അപ്പോഴപ്പോഴും ഈശോ മറുപടി പറയും, വ്യക്തവും കൃത്യവുമായിട്ട് പറയും. നമ്മളപ്പത്തോർക്കും ദൈവം ഇങ്ങനെ ക്രിസ്ത്യാനി ആയത് എന്ത് ബ്ലെസ്സഡാണെന്ന് തോന്നിപ്പോകും. സാറ് വിശ്വാസ പ്രമാണം ചൊല്ലി ബൈബിൾ ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയ വചനം 2 Corinthians 4:14. 2 Corinthians 4:14 അതിമനോഹരമാണ് ആ വചനം. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൻ്റെ ഡെഡ് ബോഡിയെ കുറിച്ച്, അപ്പൻ്റെ ആത്മാവിനെ കുറിച്ച് ഒരു മകൻ കർത്താവിനോട് ചോദിക്കുമ്പോഴേ കർത്താവിനെ സംസാരിക്കുന്ന സംസാരം കേട്ടില്ലേ? എന്നാ വചനം പറഞ്ഞിരിക്കുന്നത്? കർത്താവ് യേശുവിനെ
2 Corinthians 4:14 ഒന്ന് ഏറ്റു പറഞ്ഞ്, കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോട് കൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്ന് നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ അപ്പനെ ഉയർപ്പിച്ച് കർത്താവിൻ്റെ തിരുസന്നിധി കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കണത്. എന്നിട്ടൊരു വാക്ക് അവസാനം ഈശോ പറഞ്ഞു കേട്ടില്ലേ, ഇതെല്ലാം നിങ്ങളെ പ്രതിയാണെന്ന്. സാറിനെ പ്രതി അങ്ങനെയാണല്ല ഈശോയിൽ വിശ്വസിക്കണത്. മക്കളെ, സിമ്പിൾ ഫെയ്ത്ത് ആകണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണ്. ഇങ്ങനെ കർത്താവ് ഇങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും പച്ചവെള്ളം പോലെ സിമ്പിളായിട്ട് ഈശോ നമ്മളോട് സംവേദിക്കുമെന്ന് അറിയണതാണ് വിശ്വാസത്തിൻ്റെ ആദ്യത്തെ പ്രതിഫലം. ഇപ്പം നമ്മൾ ഹെബ്രായറിൽ എന്താ വായിച്ചത്? വിശ്വസിക്കുന്നവർക്ക് അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുമെന്നല്ലേ പറഞ്ഞത്? അതിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതിഫലം എന്താണ്? സിമ്പിൾ ഫെയ്ത്തിലൂടെയുള്ള ഇൻറ്റിമസിയും അതിലൂടെയുള്ള ദൈവത്തിൻ്റെ ഉത്തരവും. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച, കർത്താവേ എൻ്റെ വിശ്വാസത്തെ ലളിതമാക്കാൻ അനുഗ്രഹിക്കണമേ. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. സഭയുടെ ഏറ്റവും വലിയ, ഞാൻ ഈ 10-35 കൊല്ലമായി സഭയിൽ ശുശ്രൂഷ ആരംഭിച്ചിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബോധ്യം സഭയുടെ വിശ്വാസം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ്, സിമ്പിളല്ലെന്നാണ്. കാരണം ഞങ്ങളൊക്കെ ഈ ഫിലോസഫിയും തിയോളജിയൊക്കെ പഠിച്ച് ഇൻ്റലക്ച്വലായിട്ട് വിശ്വാസം കോംപ്ലിക്കേറ്റഡായി കളഞ്ഞു. അങ്ങനെ വരുമ്പോൾ എന്നാ പറ്റണമെന്നറിയാവോ? സിമ്പിളായിട്ട് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ പാടായിട്ട് വരും. നമ്മൾക്ക് കാര്യകാരണങ്ങളൊക്കെ കിട്ടി അതെല്ലാം റീസണബിളാക്കിയ റാഷണൽ ഫെയ്ത്തിലോട്ടാണ് പോണത്. റാഷണൽ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ബുദ്ധി കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുക അല്ല, ഹൃദയം കൊണ്ട് ദൈവത്തെ അന്വേഷിക്കണം. അതാണ് സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഞാനിത് ഇങ്ങനെ പറയാൻ കാര്യം എന്നറിയാവോ? നമ്മൾ സിമ്പിളാണ് കർത്താവിനെ നിഷ്കളങ്കതയോടെ വിശ്വസിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ അടയാളങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ഒരിക്കൽ ഒരു മോള് കൗൺസിലിങ്ങിൻ്റെ സമയത്ത്, അവളിങ്ങനെ വർഷങ്ങളായിട്ട് വരുന്നുണ്ട് കൗൺസിലിങ്ങിന്. എന്താ പ്രശ്നം വെച്ചാൽ അവൾക്ക് മക്കളില്ല. നമ്മുടെ തങ്കിലുള്ളൊരു മോളാണ്, കർത്താവിൻ്റെ പള്ളിയിൽ ഇടവക്കാരുതി. അപ്പോൾ അവൾക്ക് മക്കളില്ലാതെ അപ്പം ഞാൻ തൈക്കിയ പള്ളിയുടെ അടുത്ത് ഒരു വീട് സ്ഥലം, അവിടുത്തെ റിത്താവ് മാത്ത എന്ന് പറയുന്ന വലിയ അമ്മച്ചി എനിക്ക് പ്രേക്ഷിത വേല ചെയ്യാൻ വേണ്ടി തന്നു. ഞാനത് രൂപതയ്ക്ക് കൊടുത്തു. എങ്കിലും ശുശ്രൂഷ അമ്മച്ചിയുടെ സന്തോഷത്തിന് വേണ്ടി ഞാനിവിടെ 10-25 പേരെ ഉണ്ടെങ്കിൽ അവിടെ പോകുന്നുണ്ട് ശുശ്രൂഷ നടത്താൻ വേണ്ടി. അപ്പം ഞാനിവിടെ ശുശ്രൂഷയ്ക്ക് പോയിരിക്കുമ്പോൾ ഈ മകളവിടെ വന്ന്, അവൾ എപ്പോൾ വന്നാലും കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇവിടെ എത്ര കാലമായി? പണ്ട് പത്രോസ് പറഞ്ഞില്ലേ, കർത്താവ് ഈ നൈയിലെ മകളെ കണ്ടപ്പോൾ, കാനംകാരിയെ കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞില്ലേ, കർത്താവ് ഇവള് എത്ര ദിവസമായി ഇവള് കരഞ്ഞുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നല്ലോ, ഇവളെ പറഞ്ഞു വിടാൻ പറഞ്ഞു എന്ന് പത്രോസ് പറഞ്ഞു. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇവളുടെ കാര്യത്തിൽ കാര്യം അവളുടെ ഹസ്ബൻഡിന് ചില ഗുരുതരമായ മരുന്ന് കഴിക്കേണ്ട ചില അസുഖങ്ങളുണ്ട്. അതാണ് മെയിൻ സംഭവം. ഹസ്ബൻഡിന് ഗുരുതരമായ ഭയങ്കര വീര്യമുള്ള ചില മരുന്നുകൾ ആ മനുഷ്യൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇരിക്കുകയാണത് ഈ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുക എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇവൾക്കാണെങ്കിൽ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ല, അവൾക്ക് ഒരു കുഞ്ഞു പോലും ഇല്ല. ഹസ്ബൻഡിന് ഇങ്ങനെ രോഗമായത് കാരണം അവൾക്ക് ഹൃദയം പൊടിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഇതുപോലെ നമ്മളെപ്പോലുള്ള കാണുന്നവരടുത്ത് പറയാം, കർത്താവിൻ്റെ ജോലി ചെയ്യാനടുത്ത് പറയാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് തയ്ക്കപ്പോൾ ഈ മതത്തിൻ്റെ കുടുംബം ഞങ്ങളൊരു കുർബാന അവിടെ ചെയ്യും, അത്ര ഞാൻ അവിടെ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ആൾക്കാരെ കേട്ടോണ്ടിരിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മകൾ വന്ന് എൻ്റെ അടുത്ത് വന്ന് അച്ഛൻ പറഞ്ഞ്, അച്ഛാ എന്താണ് അച്ഛാ കർത്താവിൻ്റെ തീരുമാനം? ഞാൻ എന്ത് ഇങ്ങനെ ജീവിക്കേണ്ടി വരിക? അപ്പോൾ അവർക്ക് ഇടന്ന് പൊട്ടുകയാണ് ശരിക്കും. അപ്പോൾ ഞാനും വിഷമിച്ചു പോയി, ഈ കർത്താവ് എന്താണ് ഇവളെക്കുറിച്ചുള്ള തീരുമാനം? എന്നിട്ട് ഞാൻ ഈ കുഞ്ഞു മോളുടെ ശിരസിൽ കൈവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞിട്ടേ
എനിക്കെന്താണ് ഇവളോട് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ വല്ലാത്തൊരു കൺഫ്യൂഷനിലായിപ്പോയി. എന്താ കാര്യം എന്നറിയാമോ? കർത്താവ് കാണിച്ചു തരണത് ഒരു ഉണക്ക ചെമ്മീനാണ്. പണ്ട് ഡിവൈൻ ധ്യാനകേന്ദ്രക്കാർ ഇവിടെ കൃപാസന ശുശ്രൂഷയെക്കുറിച്ചൊരു ഫീച്ചർ ഇടാൻ വേണ്ടി വന്നപ്പോഴേ ഈ മകളാണെന്ന് സാക്ഷ്യം പറഞ്ഞത് അതിൻ്റെ അകത്ത്. അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര ചമ്പലേ. കാര്യം ഈ ഉണക്ക ചെമ്മീൻ ഇവളോട് എന്ത് പറയാനാണ് നമ്മൾ? അത് ബിബ്ലിക്കലായിട്ടോ അല്ലാതെയോ ദൈവികമോ വിശ്വാസപരമോ ഒന്നുമില്ല. ഇത് സാധാരണ ഒരു വില കുറഞ്ഞ ഒരു മെസ്സേജ് വിഷനാണ് ഇത് ഇവൾ പറയണത്. എന്നിട്ട് ഞാൻ ഈ ആൾക്കാർ ഞാൻ ഈ ഉണക്കച്ചെമ്മിൻ്റെ കാര്യം ഈ അടുത്തൊക്കെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ഇരിക്കണേ കാണാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ അവർ കേൾക്കുക അവർ കേട്ടാൽ അവരെന്ത് ധരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ വെറുതെ അങ്ങനെ ഇരിക്കുക. എന്നാൽ ഞാൻ അവളോട് പറഞ്ഞു, കർത്താവ് കാണിച്ചതല്ലേ, കർത്താവ് കാണിച്ചതല്ലേ, ഞാനത് പറയാൻ ബാധ്യസ്ഥനല്ലേ. അപ്പം ഞാനത് അവളോട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ കർത്താവ് ഇങ്ങനെയുള്ള വിഷൻ കാണിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? കാര്യം ഇങ്ങനെ പല വിഷൻ കാണിച്ചെനിക്ക് അനുഭവമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, മകളെ കർത്താവ് ഒരു ഉണക്ക ചെമ്മീൻ കാണിക്കുന്നുണ്ട്. പതുക്കെ ചെവിയിലാണ് പറഞ്ഞത്. അടുത്ത പ്രാവശ്യം ഒരു മാസത്തിൽ ഒരു ശുശ്രൂഷ എവിടെയുള്ളൂ. അടുത്ത മാസം അച്ഛൻ വരുമ്പോൾ മോള് പതുക്കെയാണ് പറയണത്, ചെവിയിലാണ് പറയണത്. അത് മോളൊരു ഉണക്ക ചെമ്മീൻ ചുട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം പിറ്റേ മാസം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് കുർബാന കഴിഞ്ഞു, കഞ്ഞി കുടിച്ചു, ആൾക്കാരെ കാണാൻ തുടങ്ങിയപ്പോൾ കാര്യം ഇവൾ വരണില്ല, ഇവളുണ്ട്, വന്നിട്ടുണ്ട് ആൾ. പക്ഷേ ആൾക്കാരെല്ലാം പോയപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, അച്ഛൻ പറഞ്ഞ സംഭവം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു ഉണക്ക ചെമ്മീനാണ്. ഞാൻ അതെടുത്തിട്ട് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി. ചെമ്മീനായാലും ഗോൾഡായാലും എന്നെ സംഭവമായാലും നമുക്ക് ചെയ്യാനുള്ള എന്താണ്? വിശ്വാസ പ്രമാണം. ആ വിശ്വാസ പ്രമാണം തീരും വരെ ഞാൻ ആ ചെമ്മിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ടേയിരുന്നു. നമ്മൾ 10:9 റോമ വായിക്കണേ എന്താണ്? ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. റോമ 10:9. ആകയാൽ, ഏറ്റു പറഞ്ഞ മക്കളെ, ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പം ഇപ്പം ഇവിടെ ഈ ബുദ്ധിയൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. നിങ്ങൾക്കറിയാമല്ലോ, രക്ഷ പ്രാപിക്കും എന്നതും ബുദ്ധിയുമായിട്ട് ഒരു ബന്ധവുമില്ല, ഹൃദയവുമായിട്ടാണ് ബന്ധം. യാതൊരു ശാസ്ത്രവുമായിട്ടൊരു ബന്ധവും രക്ഷ പ്രാപിക്കുന്നതിനില്ല. കർത്താവിൻ്റെ വചനത്തിൽ ആദിമസഭയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആദിമസഭയുടെ അനുഭവം എന്താ? ഒരു അക്കാഡമിയിലും പഠിക്കാത്ത ആൾക്കാരാണത്. ആത്മാവിൻ്റെ അഭിഷേകത്തിലാണ് അവർ പഠിച്ചത്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കല്ലിൽ നിന്ന് അബ്രാഹത്തിന്റെ സന്തതികൾ ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ രക്ഷക കർത്താവേ നാഥനേ, യേശുവേ രക്ഷക കർത്താവേ നാഥനേ. കല്ലിൽ നിന്ന് അബ്രാഹത്തെ ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ശ്രുതികടേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ, യേശുവേ രക്ഷക
കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ. ഈ കല്ലിൽ നിന്ന് എബ്രാഹത്തിൻ്റെ സന്തതികളെ ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ കഴിവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കല്ലായാലും ശരി, ഇവിടെ കല്ലല്ല, ഒരു ചെമ്മീനാണ്. എന്താ സംഭവിച്ചിരിക്കുന്നത്? ആ ചെമ്മീൻ എടുത്തിട്ട് അതിൻ്റെ പിന്നിൽ എന്താ ചെയ്യണത്? വിശ്വാസപ്രമാണം ചൊല്ലുക. വിശ്വാസപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണതാ. വിശ്വാസപ്രമാണത്തിൻ്റെ സാരസംഗ്രഹം അതാണ്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയും. പിന്നെ എന്താണ്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന്, അതായത് ജഡം, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുമെന്ന് ഹൃദയത്തെ വിശ്വസിക്കും. ജഡത്തിന് ജീവൻ കൊടുക്കുമെന്ന്. കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഏത് ജഡത്തിനും ജീവൻ നൽകുമെന്ന് വിശ്വസിക്കും. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ രക്ഷക കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ. ഞാനൊരു വിശ്വാസപ്രമാണം മാത്രമേ ചെയ്യുള്ളൂ. അതിൻ്റെ ഓരോ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഇടയ്ക്കും ഓരോ കുരിശ്, രക്ഷയുടെ കുരിശ് അതിന്മേൽ ഇട്ടുകൊണ്ടിരിക്കാം. അപ്പം അത് കൺവേർട്ട് ചെയ്യണം ആ സമയത്ത്. എൻ്റെ ദൈവമേ, കർത്താവിന് എങ്ങനെ നന്ദി പറഞ്ഞാൽ പറ്റത്തില്ല. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേ അവളെ വീണ്ടും പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ആ മകൾക്ക് കർത്താവ് ഒരു കുഞ്ഞിനെ ഉദരത്തിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ജീസസ്, ദാറ്റ് ഈസ് ഫെയ്ത്ത്. അതാണ് കർത്താവ്. ഞാൻ ഓർക്കിയിരുന്നു, ഞാനെപ്പോഴും ഇപ്പോൾ ആ കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? അതൊന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 10-12 കൊല്ലം ആയ കാര്യമാണിത്. മിടുക്കനായിരിക്കണവൻ ഇപ്പോഴും. പരീക്ഷയ്ക്ക് പോകാൻ നേരത്തൊക്കെ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥനാ സഹായം മേടിക്കും. എൻ്റെ അമ്മ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവനോട്, കർത്താവിൻ്റെ കുഞ്ഞാണെന്ന്. എൻ്റെ മക്കളെ, ഇതെല്ലാം അതെനിക്ക് ഇതാണ് അവസ്ഥ. അത് ഫെയ്ത്ത് സിമ്പിളാക്കണം. അത് ഹൃദയത്തിൽ യേശു കർത്താവാണെന്ന് നമ്മൾ അധരം കൊണ്ട് ഏറ്റുപറയും. ദൈവം അവനും മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കാം. ഇപ്പം നിങ്ങൾ ചിലർ പറയും, അച്ഛാ ഞങ്ങൾ ഉടമ്പടിയുടെ തിരി തീർന്നു പോയല്ലേ അച്ഛാ. ഇപ്പം ഞങ്ങൾ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങളാ വിശ്വാസ പ്രമാണം ചെല്ലുക, നിങ്ങളാ 7 സ്വർഗസ്ഥനാ ചെല്ലുക. 7 നന്മ പറഞ്ഞു പറയും. അത് കർത്താവ് പണ്ട് എന്നോട് പറഞ്ഞ വചനമാണ്. പ്രാർത്ഥന അത്രയും സിമ്പിളാണ് ശരിക്കും. പക്ഷേ സിമ്പിളാകുമ്പോൾ ആ പ്രാർത്ഥനയുടെ പ്രകരശേഷികൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് സിമ്പിളായില്ല. അതായത് പ്രാർത്ഥന ചൊല്ലി തന്നെ ഒരു പുസ്തകത്തിലെ പ്രാർത്ഥനയല്ലത്. അത് വിശ്വാസത്തിൻ്റെ ഒരു രക്ഷ, ദൈവത്തെ അനുഭവിക്കുന്നൊരു ഫോർമുലയാണ്. അബ്രാഹത്തിന് സന്തതികളെ ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ഇപ്പം നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കഴിവിലാണ് വിശ്വസിക്കുന്നത്. അല്ല, നമ്മളത് മനസ്സിലാക്കാനുള്ള നമ്മുടെ ബുദ്ധിയുടെ കഴിവിലല്ല വിശ്വസിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? വിശ്വാസം എന്ന് പറയണത് എബ്രാഹത്തിൽ നിന്ന്, ഈ കല്ലിൽ നിന്ന് ദൈവത്തിൻ്റെ സന്തതികളെ ജനിപ്പിക്കുവാൻ ഉള്ള ദൈവത്തിൻ്റെ കഴിവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാതെ ദൈവത്തെ മനസ്സിലാക്കാനുള്ള നമ്മുടെ ബുദ്ധിയുടെ കഴിവിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്. അതെപ്പോഴും ഓർത്തേക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് അൺറീസണബിളായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ദൈവത്തെ പരീക്ഷിക്കണമെന്നല്ല അച്ഛൻ പറയണത്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. മറിച്ച് സ്വാഭാവികമായി ദൈവത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ കാലങ്ങൾ മാറി മാറി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പം കാലം മാറി,
സ്വന്തം അപ്പൻ മരിച്ച് മടിയിൽ കിടക്കുമ്പോൾ അവർ ടൈം ഈസ് ചേഞ്ച്ഡ്. അപ്പൻ എന്ന് പറയണത് വലിയൊരു ബന്ധം ഈ ഭൂമിയിൽ നമുക്കുണ്ട് അമ്മയോടും. അതിനേക്കാൾ വലിയ ബന്ധം മനുഷ്യരോട് നമുക്ക് ആർക്കും ഇല്ല. അവരെ പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ കാലം മാറുകയാണ്. ആ കാലം മാറുമ്പോൾ കർത്താവിനോട് ചോദിക്കണമെന്നുള്ളതാണ്. കാലം മാറ്റുന്നത് ആരാണ്? കാലം വെറുതെ മാറുന്നില്ല, കാലം മാറ്റപ്പെടുകയാണ്. കാലം മാറ്റപ്പെടുമ്പോൾ കർത്താവിനോട് ചോദിക്കണം. മാറ്റപ്പെടുന്ന കാലത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് കർത്താവിനോട് ചോദിക്കണം. അതിനാണ് വിശ്വാസം, അതാണ് അന്വേഷണം, അതാണ് അനുഭവത്തിൽ കൂടെ നമ്മൾ എത്തിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ കാലം മാറ്റപ്പെടുമ്പോൾ വിശ്വാസം എന്ന അന്വേഷണത്തിലൂടെ അനുഭവത്തിലെ കർത്താവേ എത്തിച്ചേരുവാൻ ഞങ്ങളെ സാക്ഷികളാക്കണമേ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. അപ്പം എല്ലാം മസ്റ്റാണത്. നമുക്ക് അതിന് ഓപ്ഷനില്ല. ജീവിതത്തിൽ ഇങ്ങനെയാണ്, ചില ഓപ്ഷൻ ഇല്ലാത്ത വേദന വരും. അതിന് ഓപ്ഷൻ ഇല്ല. ഡോക്ടർമാർ പറയും സഹിക്കുക നിവൃത്തിയുള്ള അച്ഛാന്ന് പറയും. അതാണ് സംഭവം, ഓപ്ഷനില്ല. അതാണ് 24:46 അവൻ പറഞ്ഞു, ഏറ്റു പറഞ്ഞ അവൻ പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. അടുത്ത വചനം എന്താണെന്നറിയാവോ? പാപമോചനത്തിനായുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികൾ. അപ്പം നമ്മളാരാ? ക്രിസ്തുവിൻ്റെ സഹനം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ബേസിക്കായിട്ട് നമ്മളാരാണ്? ഒരു വിശ്വാസി. നമ്മൾ വിശ്വാസത്തിലാണ് നമ്മൾ തുടങ്ങിയത്. ബേസിക്കായിട്ട് വിശ്വാസി ആരാണ്? ഇവയ്ക്ക് നിങ്ങളാണ് സാക്ഷികളെന്ന്. പ്രൈസ് ലോർഡ്. അപ്പം നമ്മളാരാ? വിശ്വാസി ആരാ? ദൈവത്തെ അനുഭവങ്ങൾ വരുമ്പോൾ ദൈവത്തെ നമ്മൾ കാലങ്ങൾ മാറി വരുമ്പോൾ അന്വേഷിക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യണത്? ക്രിസ്തുവിൻ്റെ സഹനത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. അത് നമുക്ക് എന്താ തരണത്? ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കാളികളാണ്. അതിൽ നമ്മളാരാണ്? ദൈവത്തിൻ്റെ സാക്ഷികൾ. ബേസിക്കായിട്ട് നമ്മളാരാ? കാലങ്ങൾ മാറുമ്പോൾ ബേസിക്കായിട്ട് നമ്മളാരാണ്? സാക്ഷികളാണ്. അപ്പം നമ്മൾ എന്താണ് കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ ഞങ്ങളെ നല്ല സാക്ഷികളാക്കണമേ. വെരി സിമ്പിൾ. രക്ഷപ്പെടാനുള്ള മാർഗം അതാണ്. വിജയിക്കാനും അതിജീവിക്കാനുള്ള മാർഗം അതാണ്. എന്താണ്? കർത്താവേ ഞങ്ങൾ നിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളായി. ഏത് കാലം എങ്ങനെ മാറിയാലും, ഏതനുഭവം ഉണ്ടായാലും കർത്താവേ ഞങ്ങളെ നിൻ്റെ സാക്ഷികളാക്കണമേ. ആദിമസഭയുടെ അടിസ്ഥാന അഭിഷേകമായിരുന്നത് എന്താണ്? കർത്താവിൻ്റെ സാക്ഷികൾ. പ്രാർത്ഥിക്കുക, കർത്താവേ ആണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവന് മരിച്ചവന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പം ഹൃദയത്തിലാണ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്, ബുദ്ധിയിലല്ല. ശരിക്കും കർത്താവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹൃദയത്തിലിരിക്കുന്നതാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ, അങ്ങയോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ എൻ്റെ ഹൃദയത്തെ അങ്ങ് സജ്ജീകരിക്കണമേ. ഈശോയെ മത്തായി 3:9 പ്രാർത്ഥിക്കുന്നു. കല്ലിൽ നിന്ന് പ്രാർത്ഥന സദ്യകളെ ജനിപ്പിക്കാൻ കഴിയുന്ന ദൈവമേ, കല്ലുപോലെ ഇരിക്കുന്ന മാറാതിരിക്കുന്ന ഓരോ ജീവിത അവസ്ഥകളെയും അങ്ങ് കേൾപ്പിക്കുന്നു. കർത്താവേ വിവാഹം ഒത്തുവരാത്തവരെ, മക്കൾ ഇല്ലാത്തവരെ, വീടില്ലാത്തവരെ, വഴിയില്ലാത്തവരെ, ജോലിയില്ലാത്തവരെ, അങ്ങനെ മാറാത്ത കല്ലുപോലിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും അങ്ങ് ഈ നിമിഷം സ്പർശിക്കണമേ. മത്തായി
3:9 അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശക്തി എല്ലാ ജീവിത അവസ്ഥകളെയും സ്പർശിക്കട്ടെ. യേശുവിന്റെ നാമത്തില് ദുരിതങ്ങള്, തടസ്സങ്ങള്, രോഗങ്ങള് മാറിപ്പോകട്ടെ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും പ്രാർത്ഥികർത്താവായ ദൈവമേ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:48 പ്രാർത്ഥിക്കുന്ന കർത്താവേ, കാലങ്ങള് മാറി വന്നാലും അങ്ങയുടെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കർത്താവേ നല്ല സാക്ഷികളായി മാറുവാൻ, അങ്ങയുടെ പുനരുത്ഥാനത്തിന്റെ സാക്ഷികളായി മാറുവാൻ കർത്താവേ അനുഭവത്തിലൂടെ അങ്ങയുടെ സാക്ഷികളായി മാറുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ 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 ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഉദരരോഗികള് ഉദര സ്ഥലത്ത് കൈവെക്കേണ്ടതാണ് ഈ സമയത്ത്. കർത്താവിൻ്റെ തിരുമുറിവാർന്ന് ആണിപ്പെടുതാർന്ന് അത്ഭുതകരമാണ്. നിങ്ങളുടെ കരങ്ങളെന്ന് ഓർത്ത് വേണം വിശ്വാസി വെക്കാൻ. ഹൃദയരോഗികളെ ഹൃദയത്തിൻ്റെ അവിടെ കൈവെക്കുക. എന്നെ സാക്ഷിയാക്കണമെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പങ്ക്രിയാസ് രോഗികൾ നെഞ്ചിൻ്റെ പൊട്ടിന് താഴെ കൈവെക്കുക. കരരോഗികളും ഇടതുവശത്ത് താഴെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അടിപ്പണ പോലെ കർത്താവിന് സൗഖ്യം നിന്നിലേക്ക് കടന്നു വരുന്ന സമയമാണ്. കർത്താവിൽ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ സഭയിലൂടെ സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ 35 കൊല്ലം അർപ്പിച്ച കുർബാനയുടെ ശക്തി അങ്ങ് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, 35 വർഷം ഇവിടെ നടന്നിട്ടുള്ള ജപമാലകളെ അങ്ങ് ഓർക്കണമേ, ആരാധനകൾ അങ്ങ് ഓർക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങനെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള പരിശുദ്ധ പ്രവർത്തനങ്ങൾ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സർവോപരി 10,000 ലക്ഷങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനയും അങ്ങ് ഓർക്കണമേ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഇപ്പം നിങ്ങൾക്ക് സുവിശേഷത്തിന് അനുഭവങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം തോന്നിയില്ലേ? വളരെ സിമ്പിളാണ് എന്ന് തോന്നിയില്ലേ? ദൈവത്തിൻ്റെ കൃപയും സൗഖ്യവുമൊക്കെ വളരെ ലളിതമാണ്. ഒത്തിരി പാഴ്പെടേണ്ട ഒരു കാര്യമില്ല. കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രം മതി. പറ്റുമ്പോഴെല്ലാം നിങ്ങൾ പ്രാർത്ഥനയിൽ പിശുക്ക് കാണിക്കരുതേ. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഏറ്റവും നല്ല ഒരു കാലമാണിത്.
നിങ്ങൾക്കറിയാമല്ലോ 3 നേരം ഭക്ഷണം കഴിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? എത്രയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരോ സാഹചര്യത്തിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഓ ഇത്രയേ ഉള്ള കാര്യം, ഇത്രയും മതിയായിരുന്നല്ലേ. ചുമ്മാ സമയം ഉണ്ടായത് കൊണ്ടും കാശുണ്ടായിരുന്നതുകൊണ്ടും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയതല്ലേ. ഇപ്പോഴേ ഇങ്ങനെ ഓരോ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അതിനെല്ലാം മഹത്വപ്പെടുത്തണം ദൈവത്തെ, നിരാശപ്പെടരുത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ഇറച്ചി കൂട്ടാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഉപ്പിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഓരോ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പക്ഷേ നമ്മൾ ആദ്യം ഇത്തിരി പ്രയാസം നമുക്ക് തോന്നും, ഓരോ കാര്യം ഇല്ലാതെ വരുമ്പോൾ കുറച്ച് പ്രയാസം തോന്നും. പിന്നെ അതിൽ ശീലിച്ച് കഴിയുമ്പോൾ ഓ ഇത് ഇത്രയും ഉണ്ടായിരുന്നുള്ളല്ലേ. അതുകൊണ്ട് എൻ്റെ മക്കൾ ഒരിക്കലും നിരാശപ്പെടുകയോ, നമ്മളങ്ങനെ ശീലിച്ച്, നമ്മുടെ ബാധ്യത എന്താണെന്നറിയാവോ? ശീലമാണ് ബാധ്യത. നമുക്ക് നമ്മുടെ സങ്കടം എന്താണ്? ശീലമാണ് സങ്കടം. അങ്ങനെ നമുക്കറിയണം, ആ വിഷയമല്ല സങ്കടം, അങ്ങനെ ശീലിച്ചു പോയതാണ് സങ്കടം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ശീലങ്ങളെ തഴക്കം വന്നു പോയിട്ടുള്ളവർക്ക് നിരാശയും വിഷമവും ഉണ്ടെങ്കിൽ അത് ദൈവത്തിൽ എടുത്ത് പറയരുത്. ദൈവം നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ചെയ്തല്ലോ, ഒന്നുമില്ല. ചില ശീലങ്ങൾ നമുക്ക് ഭയങ്കര ദോഷമാണ് വരണത്. ഒരമ്മ എനിക്കറിയാമായിരുന്നു, അവർ കുർബാന ഇങ്ങനെ ഉയർത്തുമ്പോൾ ഇതാ കർത്താവിൻ്റെ കുഞ്ഞാട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുമ്പോൾ തന്നെ അവർ ചാടിപ്പള്ളിയിൽ നിന്ന് പോയിക്കളയും. അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവർക്ക് 7 കൊല്ലം കൂടി അവർ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോവുകയാണ്. എന്തിനാണ് പാല് കൊടുക്കണത്? മുലപ്പാലല്ല, പശുവിൻ്റെ പാല്. എന്തിനാണ് അവർ പാല് കൊടുക്കണേ? അവർ ചെന്നില്ലെങ്കിൽ അവിടുത്തെ ആയ എടുത്ത് പാല് കൊടുക്കും. അപ്പോൾ കുഞ്ഞിനെ ആറ്റുന്നവർ കിട്ടിയ കുഞ്ഞല്ലേ. അപ്പോൾ ആയ കുഞ്ഞിനെ ഇങ്ങനെ കൊഞ്ചിച്ചോ ഓമനിച്ചോ ഒക്കെ പാല് കൊടുത്ത് കഴിയുമ്പോൾ ആയക്ക് കൊച്ചിന് ചിലപ്പോൾ അമ്മയെ മാറിപ്പോകും. ആയയെ അമ്മയെന്ന് വിളിക്കും. അത് വരാതിരിക്കാൻ വേണ്ടി കുഞ്ഞ് ഉണരണമെന്ന് ഒരു പള്ളിയിൽ നിന്ന് ഓടുകയാണ്. അവസാനം ഇവരെ കൊണ്ടുവരുന്ന പാല് കൊടുത്തത്, പാല് കൊച്ചിൻ്റെ കളർ പോകാതിരിക്കാൻ വേണ്ടി പാലിൻ്റെ അകത്ത് പൊന്നൊക്കെ വരച്ച് കൊടുക്കും. പാല് മാത്രമേ പലപ്പോഴും കൊടുക്കത്തുള്ളൂ. നിങ്ങൾക്ക് ആ ട്രാജഡി അറിയാവോ? അവരെൻ്റെ അടുത്ത് വന്ന് സങ്കടപ്പെട്ട് പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? ആ കൊച്ചിനെ കരളിൽ വെണ്ണ കെട്ടി കുഞ്ഞ് മരിച്ചുപോയി. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഒരു കഥയുമില്ല. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഒരു ദിവസം കുഞ്ഞിന് പാല് കൊടുത്തില്ലേ കുഞ്ഞ് പോകുന്നതല്ല, പാല് കൊടുത്താലാണ് ചാകണത്. അപ്പോൾ പലതും നമ്മൾ ഉണ്ടാക്കിയ ദുഃഖങ്ങളെന്നൊക്കെ പറയണത് ചിലപ്പോൾ കർത്താവ് നമുക്ക് തരണത് ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. പക്ഷെ നമ്മൾ ദുഃഖമായിട്ടാണ് ദൈവം ഞങ്ങളോട് ഇങ്ങനെ ചെയ്തില്ല എന്ന് ഓർത്ത് സങ്കടപ്പെട്ട് നടന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുകയുമില്ല. ദൈവം ചെയ്ത നന്മയെ തിന്മയായിട്ട് വിലയിരുത്തും. അങ്ങനെ നമ്മൾ ക്രമേണ ദാരിദ്ര്യം പിടിച്ച ക്രിസ്ത്യാനിയായിട്ട് വിശ്വാസിയായിട്ട് മാറും. പ്രാർത്ഥിക്കുക, കർത്താവേ നീ ദൈവം എനിക്ക് തന്നിട്ടുള്ള അങ്ങനെക്ക് നൽകിയിട്ടുള്ള പലതരത്തിലുള്ള ഗുണങ്ങളും തിന്മയായിട്ടാണ് ഞാൻ കരുതിയിട്ടുള്ളത്. ഈശോ എല്ലാം മറക്കണേ, എന്നോട് പൊറുക്കണമേ. കർത്താവേ അങ്ങയുടെ വിശുദ്ധ പൈതലായി സാക്ഷിയായി ജീവിച്ച എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിതത്തിലെ ഞാൻ അങ്ങയോട് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുന്ന പലതരത്തിലുള്ള വേദനകളെ, രോഗങ്ങളെ, ജോലിയില്ലാത്ത അവസ്ഥകളെ, സാമ്പത്തിക തകർച്ചകളെ ഈശോ അങ്ങ് ഏറ്റെടുക്കണമേ. എൻ്റെ രോഗങ്ങള്, മാരക രോഗങ്ങള് യേശുനാമത്തിലെ വിശുദ്ധ രക്തത്താൽ തളിക്കപ്പെടട്ടെ. കർത്താവിന്റെ മനസ്സിനെ അനുപേക്ഷണീയമായി ജീവിക്കുവാൻ എന്നെ ആത്മധൈര്യത്താൽ അഭിഷേകം ചെയ്യണമേ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്ത് കർത്താവേ, അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് ആശ്രമിക്കാൻ പോലും കർത്താവേ, ആശ്രമിക്കുന്ന നിമിഷങ്ങളിൽ മക്കളുടെ എല്ലാ വേദനകളെയും അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി മക്കളെ സമാപന ആശീർവാദം സ്വീകരിക്കുകയാണ്. അപ്പോഴും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. എല്ലാ ദിവസവും ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഒഴിച്ച് ശനിയാഴ്ച നമുക്ക് തത്സമയ ജപമാലയാണ്, അതുപോലെ തന്നെ പ്രാർത്ഥന കൗൺസിലിങ്ങുമാണ്. അച്ഛനെ നേരിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വിഷയങ്ങൾ പറയാം. അതുകൊണ്ട് നിങ്ങൾ അച്ഛനെ കണ്ട് സംസാരിക്കാൻ, വിഷയം പറയാൻ ഏത് ഭൂഖണ്ഡത്തിലായാലും കുഴപ്പമില്ല. അവിടെ ഇരുന്ന് അച്ഛനോട് നേരിട്ട് സംസാരിക്കാനും പ്രാർത്ഥനാ സഹായവും പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കുണ്ട്. നിങ്ങളത് അച്ഛൻ്റെ യൂട്യൂബിൽ
ിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഓപ്ഷനിൽ നിന്ന് ലിങ്ക് കിട്ടും. അച്ഛനെ കണ്ട് ശനിയാഴ്ച 3:30 മണിക്കാണ് അച്ഛൻ ശുശ്രൂഷയ്ക്കിലായി ഓൺലൈൻ ലൈവായി വരണത്. നമുക്ക് കുറേ ശുശ്രൂഷകൾ ഓൺലൈൻ ഉടമ്പടിയുണ്ട്, മലയാളം ഇംഗ്ലീഷുണ്ട്, ലൈറ്റ് ക്യാൻഡിലുണ്ട്, മലയാളം ഇംഗ്ലീഷുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ചൊവ്വായും ഒഴിച്ച് ബാക്കിയുള്ള ചൊവ്വായും ശനി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് തത്സമയ ജപമാലയും ആരാധനയുമുണ്ട്. അതിലെല്ലാം മക്കൾ പങ്കെടുത്ത് ഈ തരുന്ന സാക്ഷ്യങ്ങളില്ലേ, ഈ തരുന്ന സാക്ഷ്യങ്ങളും ഈ ലോക്ക്ഡൗൺ കാലം എന്തുമാത്രം സാക്ഷ്യങ്ങളാണ് നമുക്ക് കിട്ടിയത് ഓൺലൈനിൽ. അതെല്ലാം നിങ്ങൾ കേൾക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് സുവിശേഷം വേറെ ചെയ്യണം. അച്ഛൻ്റെ ഈ സുവിശേഷം, ഈ ആരാധനയും നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ ഇപ്പം തന്നെ ഷെയർ ചെയ്തിട്ട് അനേകം മക്കൾ കർത്താവിനെ നിങ്ങൾ വഴി അറിയാൻ ഇടയാകുമ്പോൾ ദൈവം മഹത്വപ്പെടുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശാപം, വിഷമവും കർത്താവും, രോഗവും കർത്താവ് ഏറ്റെടുക്കുമെന്നുള്ള ബോധ്യത്തോടെ പ്രേക്ഷിത വേല ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് അഭിഷേകവും ആശീർവാദം സ്വീകരിക്കുക. കൈകൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ നന്ദി, 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 നന്ദി കർത്താവേ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമനാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമനാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമനാം